ഛായാമോധവളാകോണ്ടനമതിയും തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. ഒരു പറയക്കുടലിൽ നിന്ന് അങ്ങനെ തന്നെയാണ് പറയുക. ഒരു ആശ്രമത്തിലെ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടാണ് പറയക്കുടലിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ കരുനാഗപ്പള്ളിയിലെ കൽപ്പദ്രുവം കാഴ്ചവെച്ച ഈശ്വരിയായിട്ട് ഉയർന്നത് വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരമ്മ. സുധാമയി എന്ന പേരിട്ട് നമശിവായ എന്ന ഒറ്റ നാമം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കി എന്നർത്ഥം. അപ്പം ഒരൊറ്റ നാമം കൊണ്ട് ലോകം മുഴുവൻ എല്ലാ അർത്ഥത്തിലും ആത്മീയമായിട്ടും ലൗകികമായിട്ടും എല്ലാ അർത്ഥത്തിലുള്ള ആശുപത്രികൾ, സ്കൂളുകൾ, അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അന്നദാനങ്ങൾ, കോടിക്കണക്കിന് ആൾക്കാരെ സഹായിച്ച് സുനാമി എന്ന സമയത്ത് ഒന്നും നോക്കിയില്ല, അവിടെയുള്ള ആൾക്കാരെ മുഴുവനും ഉൾക്കൊള്ളിക്കൊണ്ട് ആഴ്ചകളോളം ഭക്ഷണവും വസ്ത്രവും നൽകിയെങ്കിൽ ഇപ്പോഴും എല്ലാ ദിവസവും അവിടെ ചെല്ലുന്നവർക്ക് അന്നദാനം നൽകുന്നു. അന്നദാനം നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ വിദേശികളാണ് വന്ന് നമ്മുടെ പാത്രം തേക്കാൻ. നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്ക് അവർ വന്ന് നമശിവായ വെച്ച് മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ജാതി മത വർഗ ലിംഗ ഭേദങ്ങളൊന്നുമല്ല ആത്മീയതയുടെ ഉയർച്ചയ്ക്ക് നിദാനം എന്നർത്ഥം. നിരന്തരമായ ഉപാസന, നിരന്തരമായ നാമജപം. അപ്പോൾ മോനെ എന്നല്ലാതെ, മകളെ എന്നല്ലാതെ, പ്രേമസ്വരൂപികളെ എന്നല്ലാതെ ആരോടും സംഭാവന ചെയ്തിട്ടില്ല. നമ്മളുടെ കണ്ണിൻ്റെ ചിത്രത്തിൽ ഒരു ഭഗവതിയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന ഒരു ഗ്ലാമറോ ഒന്നുമില്ല അമ്മയ്ക്ക്. ഒരു സാധാരണ സ്ത്രീ. അപ്പം നമ്മൾ ചിത്രങ്ങളിലും യൂട്യൂബിലും അവിടെയൊക്കെ കാണുന്ന പോലെ ദേവിയുടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ലാത്ത ഐശ്വര്യപ്രദമായ ചിത്രങ്ങളാണ് കാണുന്നത്. പക്ഷേ അമ്മയെ സംബന്ധിച്ചോളം ഒരു സാധാരണ സ്ത്രീയായി വളർന്ന ലോകം മുഴുവൻ കീഴടക്കിയെങ്കിൽ സംശയമൊന്നുമില്ല. ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണങ്ങൾ, നാടിൻ്റെ ഓരോ ദേശത്ത് ചെന്ന് എവിടെയൊക്കെ ദാരിദ്ര്യമുണ്ടോ അവിടെയൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെന്ന് അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആശ്രമം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടണം, ആശ്രമങ്ങൾ ഉണ്ടാവണം, ഓരോ ജീവികൾക്കും ആശ്രയങ്ങൾ നൽകണം. നമ്മുടെ അടുത്തുള്ളതായ ക്ഷേത്രങ്ങളിലൊക്കെ, കൂട്ടുകുടം ക്ഷേത്രത്തിലുമൊക്കെ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടതെന്നല്ല. മയിലിനെ സംരക്ഷിക്കുന്നു, അവിടെയുള്ള കോഴികളെ സംരക്ഷിക്കുന്നു, ജീവികളെ സംരക്ഷിക്കുന്നു. അതുപോലെ പറശ്ശിനിക്കടവിൽ ചെന്നാൽ നായകളെ തട്ടിയിട്ട് നടക്കാൻ പാടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നായ നമ്മെ തൊഴും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നായകൾ ചെന്നെത്തുന്നതായ ഏറ്റവും കൂടുതൽ നായകളുള്ള ക്ഷേത്രം ഏതാ? അതും നായയും ഈശ്വരനായി കൊണ്ട് കാണുകയാണ്. അപ്പോൾ ബ്രഹ്മസ്വരൂപത്തിലുള്ള ഈശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതായ ഒരു ബ്രാഹ്മണ കുമാരൻ പിന്നീട് സാധാരണ ജനങ്ങളുടെ കൂടെ കള്ളു കുടിച്ചു അല്ലെങ്കിൽ എന്താണ്ടൊക്കെ കഴിച്ചു എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അറിയാം ആ മുത്തപ്പൻ തുള്ളലിലൊക്കെ നമുക്കറിയാം. ആദ്യം തന്നെ അകത്തെ പൂജ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ നായ അങ്ങനെ ഓരോ സ്വരൂപത്തിലുള്ള ഫ്രണ്ടിൽ അത് വെച്ചിട്ട് അവർക്ക് ആദ്യം ആഹാരം കൊടുത്തതിന് ശേഷം അത് പ്രസാദമായിട്ടാണ് നമുക്ക് തരുന്നത് എന്നർത്ഥം. അപ്പം സങ്കല്പമാണെന്ന് വെച്ചാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണം എന്നല്ല അർത്ഥം. ലഹരി ഉപയോഗിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രങ്ങളിലുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലഹരി നിർത്താൻ വേണ്ടിയിട്ടാണെന്നർത്ഥം. ലഹരി നിർത്താൻ വേണ്ടിയിട്ട് ലഹരി പ്രസാദം കൊടുക്കുന്നിടത്ത് ലഹരി എല്ലാവരും നിർത്തും എന്നർത്ഥം. അപ്പം ആനന്ദലഹരി, ശിവാനന്ദലഹരി ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയാണ്. ആനന്ദലഹരി, ശിവാനന്ദലഹരി, സൗന്ദര്യ ലഹരി. അപ്പം ലഹരി എന്ന് പറയുന്നത് യഥാർത്ഥ ലഹരി ആത്മീയത തന്നെയാണ്. ആ ലഹരി ഒരിക്കൽ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ലഹരി വെച്ചാൽ 1.5 മണിക്കൂറും കൂടി തീരും. ഈ ലഹരി എന്നും നിലനിൽക്കും, അവസാന ശ്വാസം വരെയും നിലനിൽക്കും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലേക്ക് നിലനിൽക്കും. ഇനി ജന്മം ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇനി ഇങ്ങനെ ജനനീ ജലജലഹേ അധിവാസം പനിമാമല മരകൾ തൻ വര വെറുതെ അരുളരുതേ എന്ന് മഹാദേവനോട്, തലപ്പഞ്ച മഹാദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം ഇനിയൊരു ജന്മം തരാതിരിക്കുക. ഇനിയൊരു ജന്മം എടുക്കേണ്ടി വന്നാൽ പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിച്ച് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അവിടെ പുണ്യം തീർന്നുകൊണ്ട് വീണ്ടും പാപകർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രാരബ്ധകർമ്മങ്ങൾ ഇനിയും ജന്മം ഉണ്ടെങ്കിൽ ഭക്തന്മാരോടുകൂടി തന്നെ കഴിയാൻ ആര് പറഞ്ഞു? ഭാഗവതത്തിലൂടെ
ശ്രീ ശിവബ്രഹ്മർഷിയുടെ മുഖത്തിലൂടെ സുധാമാവിലൂടെ നമുക്ക് പറഞ്ഞു കിട്ടി. തസ്യൈവമേ സഹകൃത സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനസ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിസജ്ജത സൽ പുരുഷപ്രസംഗ. അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുക്തിയെ നേടിയതായ കൂട്ടുകാരനായ ഒരേ പ്രായക്കാരനായ ഒരുപാട് വർഷം ഒരുമിച്ച് ഭാഗവത രംഗങ്ങളിൽ പോയതായ ഒരേ പ്രായക്കാരനായ പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരി ഏറ്റവും കൂടുതൽ പറയുന്നതാണ് തസ്യൈവമേ സഹകൃത സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനസ്യാൽ. അത് അക്കിത്തം തിരുമേനി നമുക്കറിയാം, ഇരുട്ടിൻ്റെ ആത്മാവായിക്കൊണ്ട് ഇരുട്ടിനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിനെ കൊണ്ട് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം എഴുതിപ്പിച്ചു. അപ്പോൾ തമത്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖദാരിതായുധം ശ്ലീവസരഷ്ടം ഗലസോവ്യോസ്തവം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം. തമത്ഭുതൻ ബാലകൻ അംബുജക്ഷണം ചതുർഭുജൻ ശംഖഗദാരിതായുധം ശ്ലീവസലക്ഷം ഗലസോഭിസ്തവം പീതാംബരൻ സാന്ദ്രപയോധ സൗഭഗൻ എന്നൊക്കെ അദ്ദേഹം അവിടെ വ്യാഖ്യാനത്തിലൂടെ ലളിതമായി പറഞ്ഞിരുന്നെങ്കിൽ ഇനിയൊരു ജന്മം ഉണ്ടാവാതിരിക്കും. ജന്മം ഉണ്ടെങ്കിൽ സത്സംഗത്തിലൂടെ തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർ ജന്മനി സ്യാൽ. അപ്പോൾ ഇല്ലാത്തതായ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതായ ഈ കാണുന്ന ഒന്നുമില്ലാത്തതാണ്. ഇല്ലാത്തതിനകത്ത് സർവ്വസഖൈശ്വരാമി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സകലവിധ കൂട്ടുകാരോടും കൂടി നാമം ജപിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കണം. അങ്ങനെ നടന്ന അവസാനം നമ്മളൊക്കെ സേവാഭാരതി അടക്കം എല്ലാവർക്കും നമ്മുടെ ശരീരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്തതാണ്. നമ്മുടെ ശരീരം ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അവയവം എന്തെങ്കിലും ഒന്ന് ലോകത്തിന് പ്രയോജനമുണ്ടെങ്കിൽ അവർ ചൂടിനെടുക്കട്ടെ. ആ ശരീരം ഇടിഞ്ഞാലും നമ്മളിലൂടെ ലോകം കാണട്ടെ. നമ്മളുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് നമ്മൾ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന പോലും ഉണ്ടെങ്കിൽ അതിന് ലോകോപരപ്രധാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാനൊന്നുമില്ല. മനുഷ്യജന്മം വെറുതെ കളയാനുള്ളതല്ല. ഒരു ദിവസം ജീവിച്ചിരുന്നാൽ മതി. അത് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നവനായിരിക്കണം എന്നർത്ഥം. അപ്പോൾ രൂപഭേദഭാവങ്ങളുള്ള പല തന്ത്രിമാരുണ്ട്. കണ്ട വലിയ ഐശ്വര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് കണ്ടു കഴിഞ്ഞാൽ വല്ല ഗ്ലാമർ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ തൻ്റേതായ ശിഷ്യന്മാരടക്കം ഒന്നും ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഭക്ഷിക്കാണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞു ഒരു ആൾ നിറച്ച് ഫ്രൂട്ട്സ് നിറച്ച് കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു കഷ്ണം മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ആർക്ക് കൊടുക്കണം? അവിടെ ഒരു പയ്യനുണ്ട് വിവേകാനന്ദ സ്വാമിയായിട്ട് വരുന്നത്, അദ്ദേഹം അത് ഭക്ഷിച്ചോളും. അതെന്താ അങ്ങനെ സ്വാമി പറഞ്ഞേ? അവൻ ഭാരതത്തിലേക്ക് വരാൻ പോകുന്ന അഗ്നിയാണ്, തീജ്വാലയാണ് അവൻ എന്ന് പറഞ്ഞു. അപ്പോൾ തീജ്വാലയായിട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം ലോകത്തിന് മുഴുവൻ എത്തിക്കാൻ സന്യാസി വര്യന്മാരുടെ ലോകത്തിലേക്ക് ഇപ്പോഴുമുള്ള സന്യാസിമാർ, ഇനിയും വരാവുന്ന സന്യാസിമാരെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. സമ്യക്ക് ന്യാസം, നല്ലവണ്ണം സമർപ്പിക്കുന്നതാണ് സന്യാസം എന്ന് ഓർമ്മിപ്പിക്കുന്നു.